MBBS പഠനം കഴിഞ്ഞു നിൽക്കവെയാണ് എലിസബത്ത് ബാലയുമായി അടുക്കുന്നതും പ്രണയത്തിലാവുന്നതും. പിന്നാലെ വിവാഹവും നടന്നു. ബാലയുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയാൻ എലിസബത്തിന് അധികകാലം വേണ്ടി വന്നില്ല. അദ്ദേഹവുമായുള്ള വാക്കുതർക്കത്തിനൊടുവിൽ സ്വന്തം വീട്ടിലേക്ക് എലിസബത്ത് പോയപ്പോഴാണ് ബാല അത്യാസന്ന നിലയിലായത്. പിന്നാലെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. പിന്നാലെയാണ് ബാലയുടെ അത്യാസന്ന നില കണക്കിലെടുത്ത് അമൃതയും മകളും അച്ഛനും അഭിരാമിയുമെല്ലാം ആശുപത്രിയിലേക്ക് എത്തിയത്. എലിസബത്തും മാതാപിതാക്കൾക്കൊപ്പം അവിടെയുണ്ടായിരുന്നു. അവിടെ വച്ചാണ് എലിസബത്ത് അമൃതയെ ആദ്യമായി കണ്ടതും പരിചയപ്പെട്ടതും. അന്ന് അമൃതയെ കണ്ട് അടുത്തേക്ക് ഓടി വരികയായിരുന്നു എലിസബത്ത്. ബാല ICUവിൽ ചികിത്സയിലിരിക്കെ എല്ലാവരും പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു. അവിടേക്കാണ് അമൃത എത്തിയതും എലിസബത്ത് ഓടി വന്നതും. അവിടെ വെച്ച് ഫോൺ നമ്പർ കൈമാറുകയും പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് പിരിയുകയും ചെയ്തു. അന്ന് തുടങ്ങിയ ബന്ധം ഇന്നും തുടർന്നു പോരുകയാണ്. ബാലയിൽ നിന്നും അമൃത നേരിട്ട പ്രശ്നങ്ങളും ആക്രമണങ്ങളും തന്നെയാണ് എലിസബത്തും അനുഭവിച്ചത്.